ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ പ്രവാസ സന്ദേശനായിട്ട് വായിച്ച വാക്യം വീണ്ടും ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മരണത്തെ സദാകാലത്തേക്കും നീക്കി കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. തൻ്റെ ജനത്തിൻ്റെ നിന്ന് സകല ദൈവത്തിൻ്റെ ഭൂമിയിൽ നിന്നും നീക്കി കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഹല്ലേലൂയ, നായിനിലെ വിധവയുടെ ഹല്ലേലൂയ കണ്ണുനീരിനെ കണ്ട് കണ്ണുനീർ ഒപ്പിയ കർത്താവ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് യഹോവയല്ലോ അരുളി ചെയ്ത്. കർത്താവ് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. പ്രിയമുള്ളവർ, അങ്ങനെ തന്നെ സംഭവിക്കും. പൂർണ്ണമായിട്ട് വിശ്വസിക്കും. ഇവിടെ പറയുകയാണ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും എൻ്റെ ജനത്തിന് നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുക. നമ്മുടെ കർത്താവ് പറയുന്നത് അപ്പാടി വിശ്വസിക്കുക. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇതിനോടനുബന്ധിച്ച് നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം നമ്മളെപ്പോഴും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ബദാനിയ എന്ന ഗ്രാമം. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്തും യേശു ആ ഗ്രാമത്തിൽ കടന്നു ചെല്ലുമ്പോൾ താൻ കയറി പാർക്കുന്ന ഒരു ഭവനമായിരുന്നു ബദാനി എന്ന ഭവനം. ദൈവത്തിന് സ്തോത്രം. ലാസറിൻ്റെയും മറിയുടെയും മാർത്തയുടെയും ഭവനം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവിടെ കാണുകയാണ്. മാർത്തയുടെയും ഗ്രാമമായ ബദാനിയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരൻ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ. ഇവിടെ പറയുകയാണ്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ബദാനി എന്ന ഗ്രാമത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മാർത്തയുടെയും മറിയുടെയും ലാസറിൻ്റെയും ഭവനത്തിൽ വലിയൊരു വേദനയുണ്ടായി. ഹല്ലേലൂയ. ലാസർ ദീനമായി കിടക്കുന്നു. ദൈവത്തിന് എന്നിട്ട് ആ സമയത്ത് യേശുവിനെ അറിയിച്ചു. ദൈവവചനം നമ്മൾ അങ്ങനെ വായിക്കുന്നത്. യേശു അത് കേട്ടിട്ട് ഈ മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിൻ്റെ മഹത്വത്തിനുമായിട്ട് അത്രേ എന്ന് പറഞ്ഞ് യേശു മാർത്തയും അവളുടെ സഹോദരിയായ ലാസറിനെയും സ്നേഹിച്ചു എന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം അവരെ കർത്താവ് വളരെ സ്നേഹിച്ചുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നെന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ഹല്ലേലൂയ. അതിൻ്റെ ശേഷം അവൻ്റെ ശിഷ്യന്മാരെ നാം വീണ്ടും യഹൂദയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് നമുക്കറിയാം. 4-ാം ദിവസം യേശു ബദാനി എന്ന ഗ്രാമത്തിലേക്ക് കടന്നു വരിക. ലാസർ മരിച്ചു. ഹല്ലേലൂയ. അടക്കം ചെയ്തു. 4 ദിവസമായപ്പോൾ യേശു ബദാനി എന്ന ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് നമുക്കറിയാം ഹല്ലേലൂയ ഈ ദൈവത്തിന് സ്തോത്രം. അവിടെ അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 20 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറി വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അതിൻ്റെ 20-ാം വാക്യം യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ അവൾക്ക് അവിടെ വിശ്വാസം അതാ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് യേശു മാർത്തയോട് പറയും, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മാർത്തയുമായിട്ട് വലിയൊരു സംഭാഷണം നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. തൻ്റെ സഹോദരിയായ മാർത്ത ചെന്നിട്ട് തൻ്റെ സഹോദരിയായ മറിയോട് പറയുക, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ദൈവത്തിന് അപ്പോഴും യേശു ഹല്ലേലൂയ നമുക്ക് അവിടെ ഇങ്ങനെ വായിക്കുകയാണ്. ഹല്ലേലൂയ താൻ അകത്ത് വരാതെ പട്ടണത്തിൽ തന്നെ ഹല്ലേലൂയ ആയിരുന്ന യേശുവിനെ ഹല്ലേലൂയ നമുക്കറിയാം മാർത്ത ചെന്നെതിരേറ്റു. എന്നിട്ട് ഹല്ലേലൂയ പറയുക, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അവന് പെട്ടെന്ന് നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം. അവൾ കേട്ടനുടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ
വന്നുവെന്ന ദൈവത്തിന് സ്തോത്രം. ഗുരു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി കണ്ണുനീരെ തുടയ്ക്കുന്നവൻ, ഹല്ലേലൂയ, വേദനയെ അറിയുന്നവൻ, നിൻ്റെ നിന്ന മാറ്റുവാൻ കഴിയുന്നവൻ, ഹല്ലേലൂയ, ഗുരുവിനെ ഭവനത്തിൽ ആ കർത്താവ് കടന്നു വന്നാൽ ഇവിടെ പറയുക ഗുരു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനത്തിൽ ഒന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. ദൈവത്തിന് സ്തോത്രം. മാർത്ത മറിയോട് പറയുന്നു ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കും. നമുക്കറിയാം പെട്ടെന്ന് മറിയ, ഹല്ലേലൂയ, പെട്ടെന്ന് യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരയാൻ പോകുന്നുവെന്ന് വിചാരിച്ചു എന്ന മറ്റുള്ളവർ. യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണെന്ന ദൈവത്തിന് സ്തോത്രം. മറിയ എപ്പോഴും കാൽക്കൽ വീഴുന്ന ഒരു സ്വഭാവമുണ്ട്. യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ചവളാ. ഇവിടെ പറയുക മാർത്ത അങ്ങനൊന്നും ചെയ്തില്ല, യേശുവിനെ എതിരേറ്റു എന്നേ നമ്മളവിടെ വായിക്കുമ്പോൾ കാണുന്നുള്ളൂ. മറിയ ഓടിച്ചെന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ, അതേ വാക്കവ തന്നെ മാർത്ത എന്തു പറഞ്ഞു അതേ വാചകം തന്നെ മറിയേയും പറയുക, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടു. ഉള്ളൊന്നൊന്ന് കലങ്ങി. അവനെ വെച്ചത് എവിടെ? ദൈവത്തിന് സ്തോത്രം. ഇവിടെയും കരയുന്ന കണ്ണുനീരോടായിരിക്കുന്ന മറിയ, ദൈവത്തിന് സ്തോത്രം, അവനെ വെച്ചത് എവിടെയെന്ന് യേശു ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് മറ്റുള്ളവർ പറയുക കുരുടൻ്റെ കണ്ണുകൾ തുറന്നു, ഇവനെ മരിക്കാതിരിക്കുവാൻ കഴിയില്ലായിരുന്നോ എന്ന് പറഞ്ഞ് യേശു പിന്നെ ഉള്ളെന്നത് കല്ലറക്കിലെത്തി. നമുക്കറിയാം യേശു കണ്ണുനീർ വാർത്തു എന്ന ദൈവവചനം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന എന്താ? മറിയ കരയുന്നവരോടുകൂടി കരയുന്നവനാണ് നമ്മുടെ കർത്താവ്. കണ്ണുനീരിനെ ഒപ്പുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ നിന്നെ മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇവിടെ നമുക്കറിയാം ബെഥാനിയ ഗ്രാമത്തിൽ, ഹല്ലേലൂയ, ലാസറിൻ്റെ ഭവനത്തിൽ കടന്നു 4 നാളായി നാറ്റം വെച്ചു. നിൻ്റെ വിഷയം എത്ര പഴകിയതായാലും, എത്ര ഹല്ലേലൂയ മാറ്റം വെച്ച വിഷയമായാലും അതിന് പരിഹാരം നൽകി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ഗുരുവിനെ നമ്മുടെ ഭവനത്തിലൊന്ന് ക്ഷണിക്കുക. ഭവനത്തിൽ കർത്താവ് കടന്നു വന്നാൽ വിടുതലാ. പ്രിയമുള്ളവരെ, പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യേശു കല്ലറക്കൽ ചെന്നു, ഹല്ലേലൂയ, കല്ലുരുട്ടി മാറ്റുവാൻ പറഞ്ഞു. എന്നിട്ടും മാർത്ത പറയുന്നു നാറ്റം വെച്ചു 4 നാളായി. അവക്കതാ പറയുവാനുള്ള, അവക്ക് വിശ്വാസമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് വിടിവിപ്പാൻ കഴിയുന്നവനാ നിൻ്റെ അടുത്ത് നിൽക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇന്ന് രാവിലെ സമയം പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ ഏതവസ്ഥയായിരുന്നാലും നിൻ്റെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാൻ കഴിയുന്നവനാ നമ്മുടെ കർത്താവ്. നമ്മുടെ കണ്ണുനീരിനെ ഒപ്പുന്നവനാ നമ്മുടെ കർത്താവ്. എന്നിട്ട് പറഞ്ഞു യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് ദൈവത്തിൻ്റെ അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് നമുക്കറിയാം. ദൈവത്തിന് മരിച്ചവൻ പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം. പറയുക ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. രക്തതാഴ്ചയുമെടുക്കുകയാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ പ്രിയമുള്ളവരെ. ഏത് വിഷയമായിരുന്നാലും, കണ്ണുനീരിൻ്റെ അവസ്ഥയായിരുന്നാലും നിനക്ക് പരിഹാരം നൽകി തരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മളിവിടെ വായിച്ചു. എന്താ വായിച്ചത്? സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടക്കുകയും തൻ്റെ ജനത്തിന് ഇവിടെ നിന്നെ അനുഭവിച്ചു. ഹല്ലേലൂയ. ആ നിന്നയെ മാറ്റുവാൻ കഴിയുന്നവൻ ആ ഭവനത്തിൽ കടന്നു വന്നവരുടെ നിന്നയെ മാറ്റിയെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വചനത്തെ മുമ്പാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. വചനത്തെ മുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവ് കണ്ണുനീരിനെ മാറ്റുവാൻ കഴിയുന്നവൻ, നിന്നയെ മാറ്റുവാൻ കഴിയുന്നവൻ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.